ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,512 ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് ഈ കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 12 തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 7 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 29 തീയതിയാണ്. ഇന്ന് തിഥി സപ്തമി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ സപ്തമിയാണ്. രാവിലെ 9:23 വരെയുള്ള സമയത്താണ് സപ്തമി തിഥിയുള്ളത്. അതിനുശേഷം അഷ്ടമിയാണ്. നക്ഷത്രം വരുന്നത് ഉത്രാടം നക്ഷത്രമാണ്. വൈകിട്ട് 5:29 വരെയുള്ള സമയത്ത് ഉത്രാടം നക്ഷത്രമുണ്ട്. തുടർന്ന് തിരുവോണം നക്ഷത്രമാണ്. കരണം വരുന്നത് പശുക്കരണമാണ്. രാവിലെ 9:23 വരെയാണ് പശുക്കരണം വരുന്നത്. നിത്യയോഗം വരുന്നത് ധൃതിനാമ നിത്യയോഗമാണ്. രാവിലെ 7:50 വരെയാണ് ധൃതിനാമ നിത്യയോഗം. ഞാറ്റുവേല ചോതി ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായനമാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:57 ഉദയം വരുന്നു. വൈകിട്ട് 5:58:14 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 41 17 ക്രമേണ ഈ പകലിൻ്റെ ദൈർഘ്യം, അതായത് ദിനമാനം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദക്ഷിണായന കാലമാകയാൽ. ഇന്ന് ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 12:07 തുടങ്ങി 1:35 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 10:39 തുടങ്ങി 12:07 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 7:44 തുടങ്ങി 9:12 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യകാലങ്ങളാണ്. ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:43 മുതൽക്ക് 12:05 വരേക്കും. തുടർന്ന് മധ്യത്തിൽ 4 വർജിച്ച് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ്. ചന്ദ്രാഷ്ടമം വരുന്നത് മിഥുനക്കൂറുകാർക്കാണ്. മകയിരത്തര തിരുവാതിര പുണർദത്തിൽ കാല്, അതായത് മകയിരം അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ പാദം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്ക് ഒരു ശുഭ ദിനമായിരിക്കില്ല. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക്, നൂതനമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക. അതുപോലെ മറ്റ് ശുഭകർമ്മങ്ങൾ, പ്രധാനപ്പെട്ട യാത്രകൾ അതൊക്കെയും ഇന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ഉത്രാടൻ നക്ഷത്രമാണ്. ബീജാവാപം, അതായത് ഓരോ ബീജങ്ങൾ കുഴിച്ചിട്ട് കൃഷിക്ക് തുടക്കം കുറിക്കുക. സ്ഥാപനം, അതുപോലെ മുണ്ടനം, വാസ്തു സംബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ, ഗൃഹപ്രവേശം മുതലായിട്ടുള്ളവയൊക്കെയും ഉത്രാടൻ നക്ഷത്രത്തിന് അനുകൂലമാണ്. മറ്റ് കർമ്മങ്ങൾക്ക് അനുകൂലമല്ല. ഇന്ന് ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. വിവാഹാദി കാര്യങ്ങൾ, സംഗീത വിദ്യാരംഭം, അതുപോലെ ഗജ സംബന്ധമായ ആനയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആനയെ വാങ്ങിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, ആഭരണം ഉണ്ടാക്കുക, യാത്ര, ഇതൊക്കെയും അനുകൂലമാണ്. അതുപോലെ യുദ്ധാരംഭത്തിനും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. നമസ്കാരം.